എറണാകുളം ഇടപ്പള്ളി പോണേക്കരയിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതിയിൽ വഴിത്തിരിവ്. പെൺകുട്ടികളുടെ വീട്ടുകാർ പരാതി പിൻവലിച്ചു. കാറിലുണ്ടായിരുന്ന ഒമാൻ സ്വദേശികൾ മിഠായി നീട്ടിയത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമാണെന്ന് കുട്ടികൾ സംശയിച്ചതാണെന്ന് പോലീസ് പറയുന്നു. അവർ ഒമാൻ സ്വദേശികളാണ്. അവർ ചികിത്സയ്ക്ക് വേണ്ടി ടൂറായിട്ടും വന്നതാണ്. വന്നിട്ട് തിരിച്ചു പോകുന്ന വഴി അവിടെ വെച്ച് ഒരു കുട്ടിയെ അച്ഛനെ കണ്ടു. അവന് മിഠായി കൊടുത്തു. അതിൽ നിന്നൊരു ആവേശം കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവർ അടുത്ത രണ്ട് കുട്ടികളെ കണ്ടപ്പോൾ ഒരേ മിഠായി കൊടുത്തു. ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞു, ഒരു കുട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് ചെറിയൊരു സംശയം, വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചെറിയ സംശയം തോന്നി. അത് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ച് അവരുടെ വണ്ടിയെ ട്രേസ് ചെയ്ത് അവരെ ഹോട്ടലിൽ നിന്ന് അവരെ ഇവിടെ വിളിച്ച് വരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ കുട്ടികളെ കണ്ടാൽ അവിടെയൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. എങ്ങനെ കൊടുക്കുന്നുള്ളതല്ല, മറ്റ് സംശയങ്ങളൊന്നുമില്ല. അത് അമ്മയെ വിളിച്ച് വരുത്തി അമ്മയും കുട്ടിയും ബോധ്യപ്പെടുത്തു. അവർക്ക് വേറെ പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചു വിട്ടു. അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇപ്പോൾ തന്നെ വിട്ടയക്കും. വേറെ ഒന്നുമില്ല. അവർ ഇന്ന് രാത്രി ഫ്ലൈറ്റിന് പോകുന്നതാണ് പറഞ്ഞത്. ഒമാൻ സ്വദേശി ഹുസൈനും ഭാര്യയും മകളും 9 ദിവസം മുൻപാണ് കേരളത്തിലെത്തിയത്. കൊച്ചിയിൽ ചികിത്സയിലുള്ള സുഹൃത്തിനെ കണ്ടു മടങ്ങുന്നതിനിടെയാണ് കുട്ടികളെ ഇവർ കാണുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, രാവിലെ വലിയ ആശങ്ക ഉണർത്തിയൊരു വാർത്തയായിരുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ പലയിടങ്ങളിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന പല വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതുകൊണ്ട് സ്വാഭാവികമായും കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നൊരു സംഭവം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് കുടുംബം പരാതി പിൻവലിച്ചു. അത്തരം ഒരു ഉദ്ദേശം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉദ്ദേശം ഈ ഒമാൻ സ്വദേശികൾക്കില്ലായിരുന്നു. എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം രാവിലെ വലിയ ആശങ്കയിലേക്ക് തന്നെയായിരുന്നു ഇത് പോയത്. കാരണം ഇത് 2 കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനൊരു ശ്രമം നടത്തുന്നു എന്ന രീതിയിൽ മിഠായി നൽകുന്നു, കാറിനകത്തേക്ക് വലിക്കുന്നു എന്നെല്ലാം തന്നെ ഉള്ള രീതിയിലൊരു ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസ് ആരാണ് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ അത് വളരെ സന്തോഷകരമായിട്ട് തന്നെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ശക്തമായൊരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. ഇന്നലെ വൈകിട്ട് പോണേക്കര മിഞ്ചിറ റോഡിൻ്റെ ഭാഗത്ത് വെച്ച് 2 കുട്ടികൾക്ക് നേരെ ഇവർ കാറിനകത്ത് നിന്ന് മിഠായി നീട്ടുന്നു. അതിനുശേഷം അവരെ ആ കാറിനകത്തേക്ക് വിളിക്കുന്നു എന്നതായിരുന്നു. കുട്ടികൾ ഭയന്ന് അവിടേക്ക് ഓടിപ്പോകുന്നു. കുട്ടികൾ പിന്നീട് വീട്ടുകാരോട് പറഞ്ഞത് അത്രയും അവരെ തങ്ങളെ കാറിനകത്തേക്ക് വിളിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്നതെല്ലാം തന്നെയാണ് അവരോട് കുട്ടികളോട് പറഞ്ഞത്. 5ഉം 6ഉം വയസ്സും മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ വീട്ടുകാർ പറഞ്ഞത് തങ്ങൾ എപ്പോഴും കുട്ടികളെ ഉപദേശിക്കാറുണ്ട്, മറ്റൊരാൾ, പരിചയമില്ലാത്ത ഒരാൾ എന്ത് വെച്ച് തന്നാലും എന്ത് കൈ നീട്ടി തന്നാലും അത് വാങ്ങരുത്, മിഠായിയോ മറ്റെന്താണെങ്കിലും ഒരിക്കലും അത് വാങ്ങരുത്, അത് വലിയ അപകടങ്ങളിലേക്ക് ക്ഷണിക്കും, അപരിചിതരോട് യാതൊരു രീതിയിലും ഈ രീതിയിൽ അവർ തരുന്നതൊന്നും വാങ്ങി കഴിക്കരുതെന്നെല്ലാം പറയും. കാരണം നമുക്കെല്ലാം അറിയാം കാലം അത്ര നന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപദേശങ്ങൾ സ്വാഭാവികമായും കുടുംബങ്ങൾ നൽകാറുള്ളതാണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ ഉപദേശിക്കാറുള്ളതുമാണ്. അത് തന്നെയാണ്, അതിനനുസരിച്ച് തന്നെയാണ് ആ കുട്ടികളും പ്രവർത്തിച്ചത്. തിരികെ ഓടിപ്പോവുകയും വീട്ടുകാരോട് ഈ വിവരങ്ങൾ പറയുകയും ചെയ്തു. കാറ് അവിടെ നിന്ന് പെട്ടെന്ന് കടന്നു പോവുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഈ രീതിയിൽ അതൊരു പരാതിയായിട്ട് പിന്നീട് ഒരു സംശയമായിട്ടെല്ലാം തന്നെ നിന്നു. എന്താണ്, ആരാണ് ഇതിനകത്തുണ്ടായത്? കാരണം ഒരു പരിചയവുമില്ലാത്തവരാണ് ഉണ്ടായിരുന്നത് എന്നെല്ലാം തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു. മാധ്യമങ്ങൾ വലിയ രീതിയിലൊരു വാർത്തയെല്ലാം ആവുന്നു. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തുകയും ഈ കാറ് കണ്ടെടുക്കുകയും ചെയ്തു. ഏത് കാറ് എന്നത് സംബന്ധിച്ച് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ CCTV ദൃശ്യങ്ങൾ വഴി കഴിയുകയും ചെയ്തു. ഇതിനുശേഷം അവരിൽ നിന്നെടുത്ത വിവരങ്ങൾ പിന്നീട് ഹോട്ടലിൽ അവർ താമസിക്കുന്നിടത്ത് എത്തുന്നു. ഇവിടെ ഇപ്പോൾ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ആ വീട്ടുകാരെയും ഇരുവരെയും വിളിച്ചു വരുത്തി. കാരണം കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി. അതോടൊപ്പം തന്നെ ഈ ഒമാൻ സ്വദേശികളും ഇവിടെ എത്താനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അവരത് വിശദീകരിച്ചു. അവർ പറയുന്നത് എങ്ങനെയാണ്, തങ്ങൾ ഇന്ന് അതായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ പലർക്കും തന്നെ തങ്ങളുടെ കയ്യിലുള്ള മിഠായിയും കാര്യങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട്. അവരത് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഈ കുട്ടികൾ മിഠായി വാങ്ങിക്കുന്നത്, അവരെ റീൽസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യുന്ന യുവദമ്പതികളും അതോടൊപ്പം തന്നെ അവർക്കൊപ്പമുള്ളൊരു കുട്ടിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെ ഇവിടേക്ക് എത്തിയതാണ് ചികിത്സയ്ക്കും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും മറ്റുമായിട്ട് ഇവിടേക്ക് എത്തിയതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ മിഠായി നൽകിയ തങ്ങൾ അങ്ങനെ പലപ്പോഴും കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തങ്ങളുടെ കയ്യിലുള്ള മധുരം നൽകാറുണ്ട്. അന്ന് നൽകിയ അതിൻ്റെ തുടർച്ച എന്നോണം നൽകി അത് കടന്നു പോവുകയായിരുന്നു. കുട്ടികൾക്ക് നൽകുന്നതിന് വീഡിയോ ദൃശ്യങ്ങളും അവർ ഈ അന്വേഷണ സംഘത്തിന് പോലീസിന് മുൻപാകെ നൽകുകയും ചെയ്തു. അല്ലാതെ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നവർ പറയും. ഈ രീതിയിൽ അത് വാർത്തയായെന്ന് പോലും അവർക്ക് പ്രത്യേകിച്ച് ഈ ഭാഷയോ മറ്റു കാര്യങ്ങളോ അറിയാത്തതുകൊണ്ട് തന്നെ അവരത് അറിയുന്നില്ല. പിന്നീട് പോലീസ് അന്വേഷണം എത്തുമ്പോഴാണ് കൊച്ചു മക്കളോട് പല മാതാപിതാക്കളും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപരിചിതരായ ആളുകൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മിഠായി നൽകിയാലൊക്കെ
അവർ അത് വാങ്ങരുത്, അവരോടൊപ്പം പോകരുത്. പ്രത്യേകിച്ചും ഇന്ന് ലഹരിയൊക്കെ പല രീതിയിലും ലഹരി സംഘങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് നമ്മുടെ നിരത്തുകളിൽ സജീവമായി ഉള്ളപ്പോൾ ഇതൊക്കെ വാങ്ങരുതെന്ന്, ഇതുപോലുള്ള സംഭവങ്ങൾ അപരിചിതരിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് പറയാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കാര്യം ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടോ? ഇത് ഒരു തട്ടിക്കൊണ്ടുപോകലല്ല. കാരണം സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിൽ ഭയം കാണും, ആശങ്ക കാണും. വരും ദിവസങ്ങളിൽ സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. അവരുടെ ഈ ആശങ്ക മാറ്റേണ്ടത് പോലീസിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഡാനി? ഇപ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് എവിടേക്ക് എത്തുകയും അവരോട് ആ പോലീസ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും മറ്റ് ഒമാൻ സ്വദേശികളും ഇത്തരം കാര്യങ്ങൾ അവർക്ക് കഴിയാവുന്ന രീതിയിൽ അത് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി പിൻവലിച്ചു. അവർ അതാവ് പറഞ്ഞനുസരിച്ച് കുട്ടിയുടെ അമ്മ പറയുന്നു ഇത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ രീതിയിലുള്ളത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ ഈ രീതിയിലേക്ക് പറഞ്ഞത്. പക്ഷേ കാലം നന്നല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുട്ടികളോട് അത്തരം ഒരു ഉപദേശങ്ങളും എല്ലാം തന്നെ നൽകിയത്. ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. കാരണം ഇന്നലെ അവർ വല്ലാതെ തന്നെ പേടിച്ച് പകച്ചു പോയൊരു ദിവസമായിരുന്നു. കാരണം തങ്ങളെ ഈ കാറിനകത്തേക്ക് വലിച്ച് ഇടാൻ ശ്രമിച്ചു എന്നൊരു ധാരണയും എല്ലാം തന്നെ അവരിലുണ്ടായി. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ രീതിയിലേക്കൊരു അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതെന്നെല്ലാം തന്നെ പറഞ്ഞു. ഒരു കുട്ടി മിഠായി വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് കടന്നു പോവുകയും എല്ലാം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ മാതാവ് പറയുന്നു, കുട്ടികളെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഈ രീതിയിൽ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്, മറ്റൊന്നും തന്നെയല്ല. പോലീസും അത് അവരോട് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു തെറ്റിദ്ധാരണയ്ക്കും ഇടയില്ലാത്ത വിധം തന്നെ ഈ കാര്യങ്ങൾ തീർത്തിരിക്കുന്നു എന്നതാണ് സ്റ്റേഷൻ സി നേരത്തെ പറഞ്ഞത്. ഈ കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു മനസ്സിലായി. രണ്ട് വീട്ടുകാരും പരസ്പരം നേരെ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. പക്ഷേ അതൊരു കരുതലിൻ്റെ കൂടി ഭാഗമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ അത് കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ അവരുടെ ഒരു കരുതലിൻ്റെ കൂടി ഭാഗമായിട്ട് സ്വാഭാവികമായും കുട്ടികളോട് പറയുന്നതാണ്. അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അത് ഒരിക്കലും വേണ്ട എന്ന് വെക്കില്ല. അതങ്ങനെ തന്നെ പോകണം എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു സമൂഹ സാഹചര്യമെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം അപരിചിതരോട് പ്രത്യേകിച്ച് കുട്ടികൾ ഇടപഴകുമ്പോഴും എല്ലാം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിലടക്കം വാർത്തയായ സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികളും ആ വീട്ടുകാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ നൽകിയ ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കരുതലായിട്ട് തന്നെ കാണാം. രണ്ട് ഭാഗത്തും കുഴപ്പമില്ല. അവർ അവരുടെ ഒരു ഭാഗമായിട്ട് മധുരം നൽകുന്നു. പക്ഷേ അതിന് ഈ രീതിയിൽ ഈ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിന് ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ആ കുട്ടികൾ അതിനനുസരിച്ച് അവർക്ക് നിലവിലെ കാര്യങ്ങൾ അറിയാവുന്നതനുസരിച്ച് ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് മാത്രം. പോലീസ് പറയുന്നത് രണ്ടുപേരോടും കാര്യങ്ങൾ മനസ്സിലാക്കി വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം സന്ദേഹങ്ങൾ ആവശ്യമില്ല. ഈ വിഷയത്തെ കരുതുന്നു. ഡാനി സൂചിപ്പിച്ചതുപോലെ എന്തായാലും വളരെ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പ്രത്യേകിച്ചും ഇക്കാലത്ത് കുട്ടികളോടൊക്കെ മാതാപിതാക്കൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. അപരിചിതരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും സാധനങ്ങൾ നൽകിയാൽ, മിഠായി നൽകിയാൽ, ഐസ്ക്രീം നൽകിയാൽ ഇതൊന്നും വാങ്ങി കഴിക്കരുതെന്ന്. പക്ഷേ ഇതുപോലെ സ്നേഹത്തിൻ്റെ പുറത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണെങ്കിലും ആരെങ്കിലും വാങ്ങി നൽകിയാലും അത് വാങ്ങരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസും മാതാപിതാക്കളൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ എന്തായാലും തട്ടിക്കൊണ്ടുപോകലല്ല ഉണ്ടായത്. ഈ കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. പരാതി ഈ കുടുംബം പിൻവലിച്ചിട്ടുമുണ്ട്.